morning. So we are second day in Netherlands. So we are heading to Saneshan. Yes, Sandham. Hello. നമ്മൾ ഡച്ച് മുനിസിപ്പാലിറ്റിയിലെ ഒരു വില്ലേജാണ് സാനേഷാൻ. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് നിലനിർത്തിയിട്ട് അവിടെ സാൻസ് മ്യൂസിയം, പിന്നെ വുഡൻ ഷൂ മ്യൂസിയം അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ വുഡൻ ഷൂ മ്യൂസിയം നമുക്ക് ഫ്രീ ആണ്. പിന്നെ കുറേ സുവനിയർ ഷോപ്സും ചീസ് ഫാക്ടറി, ക്ലോക്ക് മ്യൂസിയം ഒക്കെ കാണാം. പിന്നെ വിൻ മിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സാനേഷാൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ. ശരിക്കും ഒരു 2 അവർ എടുത്തിട്ട് വേണം ഈ വില്ലേജ് മുഴുവൻ നമുക്ക് നടന്ന് കാണാൻ. ഇപ്പോൾ നമ്മൾ അവിടുത്തെ ചീസ് ഫാക്ടറിയിലേക്കാണ് കയറിയേക്കുന്നത്. നല്ല തിരക്കൊക്കെ ആയിരുന്നു. നമുക്ക് അവിടുത്തെ പണ്ടത്തെ ആ ഹിസ്റ്ററിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ച് കാണുകയാണെങ്കിൽ ഓരോ കൊല്ലം എങ്ങനെയാണ് അവിടെ ചീസ്, ഏത് കൊല്ലമാണ് അത് അവർ സ്റ്റാർട്ട് ചെയ്തത്, അത് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്തത്, അതിൻ്റെ ഓരോ കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ നെക്സ്റ്റ് ഒരു മിനിറ്റിൽ ഇങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണാം. പിന്നെ നമുക്ക് ചീസ്, പലതരം ചീസ് അവിടെ ടേസ്റ്റ് ചെയ്യാം. ഗോഡ് ചീസ്, കൗ ചീസ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ അവിടുത്തെ ഒരു തനതായ ഡച്ച് കോസ്റ്റ്യൂമിലൊക്കെ ആയിരുന്നു അവിടെ നിന്ന്. അപ്പം നമുക്ക് ഒരു ഹിസ്റ്ററിയൊക്കെ ഓർത്ത് നമുക്ക് അതിൽ നടക്കാം. ഇതാണ് ഓരോ വർഷവും എങ്ങനെയാണ് ചീസ് അവർ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തത്, അതിൻ്റെ ഓരോ കൊല്ലം, പിന്നെ അത് മാർക്കറ്റിലേക്ക് എങ്ങനെ ഇറങ്ങി, ആ കാര്യങ്ങളൊക്കെയാണ് ഈ കൊല്ലം കാണിച്ചു കൊടുക്കുന്നത്. കാണിച്ച് അപ്പം നോട്ടെ കാണിച്ച് ആണോ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് വുഡൻ ഷൂ മ്യൂസിയം. ഇവിടേക്ക് കയറാനായിട്ട് സ്പെഷ്യൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മളൊരു കോമൺ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വുഡൻ ഷൂസ് കാണാം. ഇത് ഒരുപാട് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് പണ്ട് ഡച്ചുകാർ യൂസ് ചെയ്തിരുന്ന അവർ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഷൂസാണ്. പല ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പം അതിൻ്റെ ഡയമണ്ട് ഇത് വെച്ചിട്ട് ക്ലോഗ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഷൂ ആണ് നേരത്തെ കണ്ടത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഷൂസൊക്കെ. നമ്മുടെ പല പല സൈസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സൈസ് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമൈസും ചെയ്യാം നമുക്ക് അവിടെ നിന്ന്. പിന്നെ സുവനിയേഴ്സായിട്ട് നമുക്ക് വാങ്ങാം, അല്ലാതെ ഇടാനും വാങ്ങാം നമുക്ക്. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ ഷൂ മെഷീനിലൂടെ ഉണ്ടാക്കണമെന്നുള്ളൊരു സെഷന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 1 hour കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 hours കഴിയുമ്പോൾ നമുക്കൊരാളവിടെ എങ്ങനെയാണ് ഇത് അവർ പണ്ട് ഉണ്ടാക്കിയിരുന്നത് നിർമ്മിച്ച അപ്പം അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇയാൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ ഷൂ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം, നമ്മുടെ സൈസൊക്കെ പറഞ്ഞു കൊടുത്ത് കളറും ഡിസൈനും ഒക്കെ. അപ്പോൾ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സെഷനായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ആൽബർട്ടൈൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹെഡ് ചെയ്തത് സാൻഡാം എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്കാണ്. അത് സാൻ റിവറിന് അടുത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു സിറ്റിയാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യൂണീക്ക് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് ആണ്. അവിടുത്തെ ഐക്കോണിക് കളർഫുൾ ഹൗസസും ആണ് അവിടുത്തെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടുത്തെ ഏറ്റവും ടോളായിട്ടുള്ള ഗ്രീൻ ആൻഡ് ബ്ലൂ ബിൽഡിങ്സ് ആണ് അവിടുത്തെ ഏറ്റവും യൂണീക്ക് ആർക്കിടെക്ചർ സ്റ്റൈല്. വേറെ രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു സ്റ്റൈലാണ് ഈ ബിൽഡിങ്സിനുള്ളത്.
പിന്നെ ഒരു ഷോപ്പിംഗ് സോണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുത്തെ ആംസ്റ്റർഡാം കനാൽ ഒരു ടൂറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് പിന്നെ കുറച്ചൊരു 1 hour വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ അവിടുത്തെ സിറ്റിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. Toilet in the back of the boat. You can use it freely, but please keep it and leave it clean for everybody else who wants to use it. Also, for your own safety, if you are beside an open window or decide to open up the window, please keep everything inside the boat because the bridge can be quite narrow and you don't want to lose any fingers today, I'm guessing. So, with that all said, sit down, relax and enjoy the tour. The audio guide will start around the second bridge that we're passing. ഈ ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ആംസ്റ്റർഡാം കനാൽ സിസ്റ്റം. ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഈ കനാൽ. ശരിക്കും 17th centuryയിലാണ് ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. ശരിക്കും ഇതൊരു ട്രേഡിംഗ് ഹബ്ബായിരുന്നു ആ സമയത്ത്. അന്നത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യാപാരികൾ, രാജാക്കന്മാർ, വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, അവരാണിത് മാനേജ് ചെയ്തിരുന്നത്. അത് പണിയാനും അതേ സമയം തന്നെ ആ ട്രേഡ് നടത്താനും. ഏകദേശം ഒരു 300 വർഷത്തോളം പഴക്കമുണ്ട് ഈ കനാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് ആ സിറ്റി മൊത്തം നമുക്ക് ഈ കനാൽ ടൂറിൽ കാണാൻ പറ്റും. നമ്മളത് എൻജോയ് ചെയ്തു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ അവിടുത്തെ വേൾഡിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ട്യൂലിപ്പ് ഗാർഡൻ വിസിറ്റ് ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പ്രിംഗ് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഏകദേശം 8 വീക്ക് മാത്രമാണ് ഇത് ഈ പാർക്ക് ക്യോക്കൻ ഓഫ് ഗാർഡൻ ഓപ്പൺ ചെയ്യുള്ളൂ. നമുക്കൊരു 3 hour എടുത്ത് നമുക്കത് കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വർഷവും പല ട്യൂലിപ്പ് പ്ലാന്റ്സുകൾ അവർ ഡിസൈൻ ചെയ്ത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ ഇതിനെ ക്യോക്കൻ ഹോഫ് എന്ന് ഡച്ചിൽ വിളിക്കാൻ കാരണം അത് ഇംഗ്ലീഷിൽ കിച്ചൺ കോർട്ട്യാർഡ് എന്നാണ് പറയുന്നത്. കാരണം പണ്ട് ഈ ഗാർഡൻ ഇപ്പോൾ ഇവർ ഈ പാർക്ക് ശരി ഹണ്ടിങ്ങിനും പച്ചമരുന്നുകളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് അത് യൂസ് ചെയ്തത്. അപ്പോൾ അതൊരു പാലസ് കിച്ചന് വേണ്ടിയിട്ടായിരുന്നു അത് യൂസ് ചെയ്തത്. അങ്ങനെയാണത് ക്യോക്കൻ ഹോഫ് കിച്ചൺ കോർട്ട്യാർഡ് അങ്ങനെയായി മാറിയത്. അപ്പം അപ്പോൾ എന്തായാലും നിങ്ങൾ ക്യോക്കൻ ഹോഫ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് മെയ് സമയങ്ങൾ വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. സോ ഇതൊക്കെയാണ് ആംസ്റ്റർഡാം വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. Thank you for watching.